ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇതൊരു സാരിയാണ്. ഈ സാരി വെട്ടി ഹോട്ട് സെറ്റ് എന്ന് പറഞ്ഞൊരു ചുരിദാറുണ്ടല്ലോ, അതായത് പാന്റും ടോപ്പും ഒരേ മോഡല്, ഒരേ കളറ്, ഒരേ ഡിസൈന്, അങ്ങനെയുള്ളത് തയ്ക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിതൊരു സാരി എടുത്ത് അതിൻ്റെ ടോപ്പിനുള്ളതാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ബാലൻസ് വരുന്നത് കൊണ്ട് നമുക്ക് പാന്റും തയ്ക്കാം. അപ്പം ഇത് ഞാൻ 8ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. സാധാരണ 4ആയിട്ട് മടക്കിയാൽ മതി. പക്ഷെ ഈ തുണി തന്നെ സാരി ആയതുകൊണ്ട് നല്ല നീളായം ഉണ്ടല്ലോ, അപ്പം അത് തന്നെ നമുക്ക് ലൈനിങ്ങും ഇടാൻ പറ്റും. അതുകൊണ്ടാണ് 8ആയിട്ട് മടക്കിയിരിക്കുന്നത്. ഞാനിത് വരച്ചിടട്ടെ. അപ്പോൾ തന്നെ ഞാനിത് അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ കഴുത്തകലം എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. പുറം കഴുത്തിനും മുൻകഴുത്തിനും അകലം എടുത്തിരിക്കുന്നത് 2.5ആണ്. പിന്നെ പുറകുവശത്തെ കഴുത്തിന്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. പിന്നെ ഇവിടെ ഞാൻ 6.5 എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ഇങ്ങനെ മിക്കവാറും എല്ലാവരും തുണി തന്നിട്ട് പോത്തേ ഉള്ളൂ തയ്ച്ചേക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫാഷനൊന്നും പറയത്തില്ല. അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനത്തെ കഴുത്താണ് എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുന്നത്. എന്താണെന്നറിയാം, ഇതൊരു ഒതുക്കം കാണും, നല്ലപോലെ ഒതുങ്ങിക്കിടക്കും. അതിന് കുറ്റം പറയത്തില്ല. വേറെ കഴുത്ത് വെക്കണമെന്ന് പറഞ്ഞാലേ ഞാൻ വെക്കത്തുള്ളൂ. പിന്നെ റൗണ്ട് വെക്കും, ചതുരം വെക്കും, അങ്ങനെ ഒരുപാട് ഫാഷനൊന്നും ഞാൻ കാണിച്ചു കൂട്ടത്തില്ല. അങ്ങനെ സാധാ മതി എന്ന് പറയുന്നവരെ എൻ്റെ അടുക്ക കൊണ്ടുവരുന്നു. പിന്നെ കൈക്കുഴി ഞാൻ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. പിന്നെ ഈ വണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എത്ര വണ്ണം ഉണ്ടോ അതിനേക്കാളും 10 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഇതിപ്പോൾ 38 ഇഞ്ച് വണ്ണമുണ്ട്, അതിനേക്കാളും 10 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. 48ന്റെ 4/1 ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ തുണിയല്ലേ, നമുക്ക് അളവ് തുണി തരുവാണെങ്കിൽ നമ്മൾ അതല്ല കൈക്കുഴിയുടെ അവിടുന്ന് കൈക്കുഴി അപ്പുറം ഇപ്പുറം കൈക്കുഴി നോക്കിയാണ് നമ്മൾ അടയാളം എടുക്കുന്നത്. ഇതങ്ങനല്ല. ഇത് വണ്ണം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ 10 ഇഞ്ച് കൂട്ടിയെടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 12 എടുത്തല്ലോ, 48 ആകുമ്പോൾ 12 ആയല്ലോ. പിന്നെ അത് ഈ 12നേക്കാളും 1 ഇഞ്ച് കുറച്ചേ ഇവിടെ എടുക്കാവുള്ളൂ. ഈ നമ്മൾ ഈ ഇട ഒതുക്കാനുള്ള ഇടവാണ്. അതായത് മോളിൽ നിന്ന് താഴെ ഈ 14 ഇഞ്ച് വരെ താഴെ ഇറക്കം വന്നിട്ട് അവിടാണ് ഈ 1 ഇഞ്ച് കുറയ്ക്കുന്നത്. പിന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കം എത്ര വേണോ, ചിലർ 20 വെക്കും, ചിലർ വരെ ഇച്ചിരി കൂടെ ഇറങ്ങിക്കോട്ടെ, ഇച്ചിരി കൂടെ ഇറക്കാം. സ്ലിറ്റ് ഒരുപാട് മുകളിൽ പോകണ്ട. സാധാ ഒരു സ്ലിറ്റിൻ്റെ ഇറക്കം 20 ഇഞ്ചാണ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 20 ഇഞ്ചിന് നമ്മൾ ഈ 20 ഇഞ്ച് താഴോട്ട് ഇറക്കമാണ്. ഈ 20 ഇഞ്ചിന് നമ്മൾ ഈ കൈക്കുഴിയുടെ അവിടെ എത്ര വണ്ണം എടുത്തോ അത്രയും തന്നെ ഇവിടെ എടുക്കും. പിന്നെ ഇച്ചിരി വയറൊക്കെ ഉള്ളവർ ഇച്ചിരി കൂട്ടിയിടാം, അല്ല ഇച്ചിരി നല്ലപോലെ ലൂസ് കിടന്നോട്ടെന്ന് പറഞ്ഞെങ്കിലേ നമ്മൾ കൂട്ടിയിടത്തുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ഈ മുകളിലെടുത്ത അത്രയും തന്നെ ഇവിടെ എടുത്തേ. പിന്നെ ഇനി ഈ അടിഭാഗം ഹോട്ട് സെറ്റാന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കി ബാലൻസ് തുണിയാണ് ഇതിൻ്റെ കിടക്കുന്നത്. ഹോട്ട് സെറ്റാന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വീതി വേണ്ട ഇവിടെ. അപ്പം ഞാൻ ഇവിടെ എത്ര എടുത്തിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന 13 എടുത്തിരിക്കുന്നത്. 13. അപ്പം അത് നേരെ നമ്മൾ താഴോട്ട് 13 വേണമെന്നില്ല, പിന്നെ വണ്ണം ഉള്ളതായതുകൊണ്ട് നമ്മൾ 13 എടുത്തന്നേ ഉള്ളൂ. അപ്പം നേരെ താഴോട്ടിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നേരെ താഴോട്ട് വരച്ച് പോയിക്കോണേ. പിന്നെ ഇനി ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. ഇതൊരു സാരിയാണ്. ഈ സാരിയിൽ നമുക്ക് ലൈനിങ് ഇടാനുള്ള തുണിയും കിട്ടും, നമുക്ക് ടോപ്പും കിട്ടും, പിന്നെ പാൻറ്റും കിട്ടും. അപ്പോൾ ഈ സാരി ഞാൻ കട്ട് ചെയ്യുവാണ്. ആദ്യം തന്നെ നമ്മൾ പുറം കഴുത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ വിരലൊന്ന് വെച്ച് നിരപ്പാണോ നോക്കണം, ഒപ്പമാണോ നോക്കണം അകത്തെ തുണി. അത്രയും തുണി ഒന്നിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് കത്രിക്ക് ഒരു മൂർച്ചക്കുറവ് പോലെ. എത്ര വർഷമായി കത്രിയാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതേ കൈക്കുഴിയുടെ അവിടമാണ്. ഞാൻ ഷോൾഡർ പറഞ്ഞായിരുന്നോ, ഷോൾഡർ ഞാൻ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 4 കൂടുതൽ ഇട്ടാലേ ചിലപ്പോൾ അങ്ങ് ഇറങ്ങിപ്പോവും ഷോൾഡർ. അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. എപ്പോഴും തുണി ഒപ്പമാണോ നോക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുവേ.
ഇത്രയും കട്ട് ചെയ്തേ. ഇത് നമ്മൾ കട്ട് ചെയ്ത കൈക്കുഴിയാണ്. അർജന്റായിട്ട് ആർക്കെങ്കിലും ബ്ലൗസോ ചുരിദാറോ ഒക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയ്ക്കകത്ത് എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹരിപ്പാട്ടുകരയാണിത്. ഹരിപ്പാട്ടുകരയിലെ 5-ാം വാർഡാണ്. ആർക്കാണേലും എളുപ്പം തയ്ച്ചു കൊടുക്കാൻ പറ്റും. ഈ ആഴ്ചയിലൊക്കത്തില്ല. ഈ ആഴ്ച നമുക്ക് ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. നമുക്ക് പള്ളിയിലൊക്കെ പോകണം. ഈസ്റ്റർ കഴിഞ്ഞ് ഏത് ദിവസം വന്നാലും ഞാൻ എളുപ്പം വേണ്ടവർക്ക് എളുപ്പം തയ്ച്ചു കൊടുക്കും. കത്രികയ്ക്ക് ഒരു മൂർച്ച കുറവാണ്. വീട്ടിൽ പഴയ സാരി ഉണ്ടെങ്കിൽ നമ്മൾ കളയരുത്. നമുക്കിങ്ങനെ ഹോട്ട് സെറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. പുതിയ മോഡല്. ഒരേ പിള്ളേരൊക്കെ ഷാളും ഒക്കെ ഇടാതാണ് ഇങ്ങനെ തയ്ച്ചിട്ടുകൊണ്ട് പോകുന്നത്. അതൊരു ഭംഗിക്കുറവൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രായമായ ഒരു ഷാളൊക്കെ ഇടണം, ഇല്ലെങ്കിൽ വൃത്തിയിടാം. പിന്നെ ഓരോരുത്തർ ഇഷ്ടം. ഇപ്പോഴത്തെ കാലമല്ലേ. ട്രിപ്പായിട്ടാണ് വെട്ടുന്നത്. കൈ സാരിയുടെ കട്ടിയാണോ എന്തോന്ന് അറിയാൻ മേല. കത്രിക്ക് കയറാനൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഇത്രയും വെട്ടിയേ, ഇത്രയും കട്ട് ചെയ്തേ. ഇനി നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാവോ? ഈ പീസ് മാറ്റണം. പുറയിലത്തെ പീസ് ഉണ്ടല്ലോ, 2 പീസ് എടുത്ത് മാറ്റണം. കാരണം ലൈനിങ്ങും ഇതും കൂടെ ഉള്ള എടുത്ത് മാറ്റുവാണേ. പക്ഷെ ഇത് കാണാൻ ഭംഗിയുണ്ടോ അല്ലേ? ഇതാക്കിയാലോ ഫ്രണ്ട് പീസ് ആരണം. ഇതാക്കാം, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ നമ്മൾ 2 പീസ് ഇതിൻ്റെ അടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒട്ടി ഇരുന്നാൽ ഇങ്ങോട്ട് വരാനും പാടാം. അപ്പോൾ ഇത് രണ്ടും കഴുത്താണ്. പുറയിലത്തെയാണ്, പുറം പീസാണ്. ഇനി ഫ്രണ്ടിലത്തെ പീസ് നമുക്ക് മടക്കിയിടാം. കഴുത്ത് വെട്ടാനാണ്, മുൻവശത്തെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മടക്കിയിട്ടിട്ട് വരട്ടെ. ഇതതിന്റെ മുന്താണിയാണ്, കാണാൻ ഭംഗിയുണ്ട്. അതപ്പോൾ നമുക്കിത് ഫ്രണ്ട് പീസായിട്ട് കൊടുക്കാവേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ആലിലെ കഴുത്ത് പോലെ. പിന്നെ ഇനി നമുക്ക് ഇതിന്റെ പാൻറ് കട്ട് ചെയ്തെടുക്കാം. ഇതകത്ത് പോകുന്ന പീസാണ്. ഇതിന്റെ മുന്താണിയാണ്. ഇത് വെളി വരും. ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഇതിന് കൈ കട്ട് ചെയ്തെടുക്കണം. കൈ ഈ ഹോസെറ്റ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ കൈ വെക്കുന്നുള്ളൂ. കാരണം അതും പാൻറ്റും എല്ലാം ഒരേ കളറാകുമ്പോഴത്തേക്ക് ചിലപ്പം ഇത് പിന്നെ കൈക്ക് ഇറക്കം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു വല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാൻറ്റും കട്ട് ചെയ്ത്, ഈ പാൻറ്റിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഇതുപോലെ തന്നെ 38 ഇഞ്ചാണ് അരവണ്ണം. 38-നേക്കാളും ഞാൻ 10 ഇഞ്ച് കൂടുതലെടുത്തു. 48-ന്റെ 4-1 ഞാൻ ഈ മോളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഞാൻ 4-1 12 അടയാളപ്പെടുത്തിയേ. പക്ഷെ അതിനേക്കാളും ഞാൻ 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൂടിനൊക്കെ ഈ മുകളത്തെ വണ്ണം അല്ലല്ലോ നമ്മുടെ മൂടിൻ്റെ അവിടെ ലൂസ് വേണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അപ്പം ഞാനിവിടെ 15 എടുത്തിട്ടുണ്ട്. 12, 15. പിന്നെ ഈ കാൽവണ്ണം ഞാൻ 10 എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി എടുത്തിട്ടുണ്ട്. 11 തയ്യലിന് വേണ്ടിയിട്ട്. അത് ലൂസ് പാൻറ്റാണ്. നമ്മൾ ഹോട്ട് സെറ്റ് എന്ന് പറയുന്ന പിള്ളേർ ലൂസ് പാൻറ്റിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം ഇവിടെ പിടിപ്പിക്കും. ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ മൂട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതിന് അങ്ങനില്ല, പക്ഷെ ഞാനിടും. അപ്പം ഞാനിതെല്ലാം തയ്ച്ചുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ ഈ സാരിയുടെ മുന്താണി കൊണ്ടാണ് ഫ്രണ്ട് ഭാഗം തയ്ച്ചിരിക്കുന്നത്, ആ കഴുത്ത്. പക്ഷെ ആ കഴുത്തിന് ചേരുന്ന ആകൃതിയിൽ തന്നെ ഈ ഡിസൈൻ വന്നിരിക്കുന്നു. ഭംഗിയുണ്ടല്ലേ? നമ്മൾ ഇങ്ങനെ വിചാരിച്ചില്ല. മുന്താണി കണ്ടപ്പോൾ ഒരു നല്ല ഭംഗി തോന്നി. അങ്ങനെ അത് ഫ്രണ്ട് പീസായിട്ട് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സാരി കൊണ്ട് അതിൻ്റെ തന്നെ ലൈനിങ് ഇടാം. ലൈനിങ് ഇട്ട് ഒരു ടോപ്പ് തയ്ക്കാം. കണ്ടോ ലൈനിങ് ഇട്ടിരിക്കുന്നത്? ടോപ്പ് തയ്ക്കാം. പിന്നെ ഒരു പാൻറ്റും തയ്ക്കാം ഒരു സാരി കൊണ്ട്. അപ്പം വീട്ടിൽ പഴയ സാരി ഉണ്ടെങ്കിൽ കളയരുത്. ഇപ്പം പ്രായമായവരും ഒക്കെ ചുരിദാർ ഇടുന്നത്. കാരണം മേലെ എല്ലാവർക്കും കൈവേദന, കാല് വേദന, വണ്ടിയെ കയറാൻ പറ്റുന്നില്ല, ഓട്ടോയെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചുരിദാറും ഇട്ട് ഒരു ഷാളും
തോള് വഴി ഇടാമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എല്ലാം പ്രായം ചെന്ന് ഞങ്ങളുടെ ഈ വാർഡിൽ പ്രായം ചെന്നവരെല്ലാം ചുരിദാറായിട്ടിരിക്കുന്നത്. അങ്ങനെ സാരി എല്ലാവരും അങ്ങ് മാറ്റി വെച്ചു, പറ്റുന്നില്ല. അപ്പം ഇനി ബാക്കിയും കൂടെ തയ്ക്കട്ടെ. ഇതിന് ഇനി കൈകൾ പിടിപ്പിക്കണം. അപ്പോൾ തന്നെ ഞാൻ ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. ഈ ടോപ്പും തയ്ച്ചു, ഈ പാൻറ്റും തയ്ച്ചു. അപ്പോൾ ഞാനിത് വ്യാഴാഴ്ചയാണ് ഈ ടോപ്പ് തയ്ച്ചത്. എനിക്ക് പ്രത്യേക കാരണങ്ങളാൽ അന്ന് ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്കിപ്പോഴാണ് ഇടാൻ പറ്റുന്നത്. അപ്പം വേണ്ട, ഇതിൻ്റെ ഇത് മുന്താണിയാണ് ഈ ഭാഗമേ. അത് നല്ല ഭംഗിയായിട്ട് തോന്നിയത് കാരണം ഞാൻ അതെടുത്ത് ഫ്രണ്ടിലിട്ടു. പിന്നെ ഇതാണ് ബാക്ക് ഭാഗം ഇതാണ്. അപ്പം ഇതാണ് നമ്മുടെ പാൻറ്. ഒരു സാരി കൊണ്ട് നമുക്ക് പാൻറ്റും തയ്ക്കാം, ടോപ്പും തയ്ക്കാം, പിന്നെ ലൈനിങ്ങും ഇടാം. അത് തന്നെ നമുക്ക് ലൈനിങ് ആയിട്ട് ഇടാം. 2 ലൈനിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ പാൻറ്റിന് ഞാൻ ലൈനിങ് ഇട്ടു. അത് പക്ഷെ സാരി പീസ് എന്നല്ല, അത് തികയത്തില്ല. 2 പാൻറ്റും 2 ടോപ്പും തയ്ക്കാൻ തികയത്തില്ല. അത് ഞാൻ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൻറ്റ് തയ്ച്ചു. പാൻറ്റ് തന്നെ പുതിയ മോഡലാണ്, ഇച്ചിരി ഇറക്കം കുറഞ്ഞ ഉള്ള മോഡലാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ തന്നെ ഞാനിവിടെ ഏത് പാൻറ്റ് തയ്ച്ചാലും ഈ കഷ്ണം ഞാനിവിടെ പിടിപ്പിക്കും, അത് വേറെ കാര്യം. പിന്നെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വീടുകളിൽ സാരി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹോട്ട് സെറ്റ് തയ്ച്ചെടുക്കാം.